ഡെയിനാർക്ക് അവസാനിച്ചതിനു ശേഷം ഹിഡൻ ക്ലൗഡ് വില്ലേജിലെ ഷിനോബീസായ കാറുയും ഡാറുയും കൂടി നമ്മുടെ ഹിഡൻ ലീഫ് വില്ലേജിലേക്ക് സാസ്കയെ അന്വേഷിച്ചു വരും. സോ അങ്ങനെ അവർ ലീഫ് വില്ലേജിലേക്ക് വന്ന ശേഷം അവിടെയുള്ള സകലരോടും സാസ്കയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഒടുക്കം അവർ നമ്മുടെ നറൂട്ടോയുടെ മുന്നിൽ തന്നെ വന്ന് എത്തിപ്പെടും. അവർ നറൂട്ടോയെ കണ്ട അടുത്ത നിമിഷം തന്നെ മര്യാദയ്ക്ക് സാസ്കെ ഉച്ചിഹ എവിടെയാണുള്ളതെന്ന് പറഞ്ഞോ, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നവർ നറൂട്ടോയോട് പറയും. സോ അത് കേട്ട നമ്മുടെ നറൂട്ടോ എന്താണ് കാര്യം, നിങ്ങൾ എന്തിനാണ് സാസ്കയെ അന്വേഷിക്കുന്നത്, അവനും നിങ്ങളുമായി എന്താണ് പ്രശ്നം എന്ന് അവരോട് ചോദിക്കും. അപ്പോൾ അവര് പറയും, ആ സാസ്കെ എന്ന് പറയുന്നവൻ ഞങ്ങളുടെ മാസ്റ്റർ കില്ലർ ബിയെ കൊന്നു, അതിന് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ദൂരം അവനെ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എവിടെയാണുള്ളതെന്ന് ദയവ് ചെയ്ത് ഞങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് എന്ന് കാരുയി നമ്മുടെ നറൂട്ടോയുടെ മുഖത്ത് നോക്കി തന്നെ പറയും. സോ എത്രയൊക്കെ നമ്മുടെ സാസ്കെ ഒരു റോഗ് നിഞ്ചയാണെങ്കിലും ഒരു കൊലപാതകിയാണെന്ന് പറഞ്ഞാലും നറൂട്ടോയ്ക്ക് അവൻ എപ്പോഴും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. സോ ഏതൊരു സാഹചര്യത്തിലും തന്റെ കൂട്ടുകാരനെ ഒറ്റിക്കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ അവന് മനസ്സേ ഇല്ല. ബട്ട് എങ്കിലും നമ്മുടെ നറൂട്ടോയ്ക്ക് കാരുയുടെ മാനസികാവസ്ഥയും വികാരവും നന്നായി തന്നെ മനസ്സിലാകും. ബിക്കോസ് ആ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ നറൂട്ടോയുടെ മാസ്റ്ററായ ജിറായെയും മരണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാം പഠിപ്പിച്ചു തന്ന സ്വന്തം ടീച്ചറിനെ നഷ്ടമാകുന്ന വേദന എത്രത്തോളമാണെന്ന് നമ്മുടെ നറൂട്ടോയ്ക്ക് നന്നായി തന്നെ മനസ്സിലാകും. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് എത്രയും വേഗം ഒരു അവസാനം ഉണ്ടാക്കണമെന്ന് വെച്ച് നമ്മുടെ നറൂട്ടോ ഒടുക്കം ഒരു തീരുമാനം എടുക്കുകയാണ്. എന്ത് വന്നാലും ഞാൻ എന്റെ കൂട്ടുകാരനെ നിങ്ങൾക്ക് കാട്ടിത്തരില്ല, പക്ഷേ സ്വന്തം മാസ്റ്ററിനെ നഷ്ടമായ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായി തന്നെ മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങളുടെ ദേഷ്യം തീരുന്നത് വരെ നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, പകരം എന്റെ കൂട്ടുകാരനെ വിട്ടേക്ക് എന്നൊരു ഓഫർ നമ്മുടെ നറൂട്ടോ അവർക്ക് കൊടുക്കും. സോ ഇത് കേൾക്കേണ്ട താമസം ഓൾറെഡി സാസ്കയെ എത്ര അന്വേഷിച്ചിട്ടും കിട്ടാത്തതിന്റെ കലിപ്പിൽ നിന്ന് നമ്മുടെ കാരുയി ചാടി വന്ന് നറൂട്ടോയെ എടുത്തിട്ട് ഇടിച്ച് മുഖവും വായുമെല്ലാം ഇടിച്ച് പൊളിച്ച് ചാറെടുക്കാൻ തുടങ്ങും. ബട്ട് എന്നിട്ടും നമ്മുടെ നറൂട്ടോ എത്രയൊക്കെ അടി കൊണ്ടിട്ടും ഒരടി പോലും തടയാനോ കാരുയെ തടുത്തു നിർത്താനോ നിൽക്കാതെ അവളുടെ എല്ലാ അടിയും നിന്ന് കൊണ്ടോണ്ടേയിരിക്കും. സോ ഇതെല്ലാം തന്നെ ദൂരെ നിന്ന് നമ്മുടെ സായി കുറെ നേരമായി കണ്ടോണ്ടിരിക്കുകയാണ്. സോ അതേസമയം ഇവിടെ നമ്മുടെ കാരുയി കുറെ നേരമായി നറൂട്ടോയെ അടിച്ചടിച്ച് ഒരു ഘട്ടത്തിന് ശേഷം അവളും ടയേർഡാകും. അതേ നേരം നമ്മുടെ നറൂട്ടോയുടെ മുഖമാണെങ്കിൽ മുഴുവൻ ചതഞ്ഞരഞ്ഞ് ചോരയിൽ കുളിച്ചു നിൽക്കുകയാണ്. ബട്ട് എന്നിട്ട് പോലും നമ്മുടെ നറൂട്ടോ ആ ഒരു അവസ്ഥയിൽ പോലും ഇനിയും അടികൊള്ളാൻ വേണ്ടി പതിയെ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കും. സോ അത് കണ്ട് ദേഷ്യം അടക്കാൻ പറ്റാത്ത നമ്മുടെ കാരുയി, നിന്നെ എത്ര അടിച്ചാലും എന്റെ ദേഷ്യം